ഇനി നമ്മൾ നോക്കുന്ന ഒരേ രണ്ട് പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. രണ്ട് പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റുള്ളതും ഒരേ ലൈനിൽ പ്രിൻ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വേർഡ് പ്രിൻ്റ്, ഈ സ്റ്റാർ പ്രിൻ്റ് ചെയ്യണം. ഒന്ന് സ്റ്റാർ പ്രിൻ്റ് ചെയ്യും, കോമയിട്ട് എൻഡ് ഈക്വൽ ടു ഡബിൾ കോട്ട് ഇടുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ സ്റ്റാർ ആദ്യത്തെ സ്റ്റാറിൻ്റെ റൈറ്റ് സൈഡിലാണ്. രണ്ട് പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ സ്റ്റാർ ഇട്ടു, ഒരു കോമ ഇട്ടു, എൻഡ് കൊടുത്തു, ഈക്വൽ ടു ഡബിൾ കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൈനിൽ വരുന്നത് ആദ്യത്തെ ലൈനിൽ തന്നെ പ്രിൻ്റ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, രണ്ടും ഒരേ ലൈനിൽ പ്രിൻ്റ് വന്നു, ഒരേ ലൈനിൽ പ്രിൻ്റ് വന്നു. അതാണ് നമ്മൾ ഒരേ ലൈനിൽ പ്രിൻ്റ് വന്നു. ആദ്യത്തെ രണ്ട് പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരേ ലൈനിൽ പ്രിൻ്റ് ചെയ്യാനായിട്ട് നമ്മളിതാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊന്ന് നോക്കാം. ഈ ഒരു പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ യുവർ നമ്പർ 5 എന്ന് കൊടുത്തു, എൻ്റർ ഉണ്ടോ. ആദ്യത്തെ ലൈനിൽ 1 സ്റ്റാർ, രണ്ടാമത്തെ ലൈനിൽ 2 സ്റ്റാർ, മൂന്നാമത്തെ ലൈനിൽ 3 സ്റ്റാർ, നാലാമത്തെ 4, അഞ്ചാമത്തെ 5. ഇതുണ്ടോ, എൻ്റർ യുവർ നമ്പർ 5 കൊടുത്തു കഴിഞ്ഞിട്ട് 5. ഇനി 10 ആണെങ്കിലോ, വേറെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. 10 ആണെങ്കിൽ എൻ്റർ ചെയ്തു, കണ്ടോ, 10ാമത്തെ ലൈനിൽ 10 സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം n ഈക്വൽ ടു എൻ്റർ യുവർ നമ്പർ, നിങ്ങളുടെ നമ്പർ എൻ്റർ ചെയ്യുക. നമ്മൾ ആദ്യം 5 ആണ് എൻ്റർ ചെയ്തത്, 5 ആണ്. അപ്പം ആദ്യത്തെ ലൈനിൽ 1 സ്റ്റാർ, രണ്ടാമത്തെ ലൈനിൽ 2 സ്റ്റാർ, അഞ്ചാമത്തെ ലൈനിൽ 5 സ്റ്റാറാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ n ഈക്വൽ ടു നമ്മൾ 5 എന്ന് എൻ്റർ ചെയ്തു. ദെൻ j ഈക്വൽ ടു 1. ഇപ്പോൾ j എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 1 ആണ്, j 1 ആണ്. ഒരു വൈൽ ലൂപ്പ് തുടങ്ങുന്നു. j ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? അതെ ആണ്. ജെയുടെ വാല്യൂ 1 ആണ്, 1 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണ്. ആയതുകൊണ്ട് ഇനി i ഈക്വൽ ടു 1, i എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 1 ആക്കി. ദെൻ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു j, ജെയും 1 ആണ്, ഐയും 1 ആണ്. i ലെസ് ദാൻ ഓർ ഈക്വൽ j ആണ്. പ്രിൻ്റ് ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ i ഈക്വൽ ടു i പ്ലസ് 1 ആയി. i ഈക്വൽ ടു i പ്ലസ് 1. ഇതാ ഈ ഐയുടെ വാല്യൂ i പ്ലസ് 1 ആയി. ഈ വയലിൻ്റെ ഉള്ളിലുള്ളതാണ് ഐയുടെ വാല്യൂ i പ്ലസ് 1 ആയി. അപ്പോൾ ഐയുടെ വാല്യൂ 2 ആയി. j 1 ആണ്, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ല. അതുകൊണ്ട് ഈ വയൽ ലൂപ്പ് അതിൽ നിന്ന് പുറത്തുപോയി. ദെൻ പ്രിൻ്റ് \n അടുത്ത ലൈനിൽ പ്രിൻ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിൻ്റ് നെക്സ്റ്റ് ലൈനിലാണ്, ഇനി പ്രിൻ്റ് ചെയ്യുന്ന നെക്സ്റ്റ് ലൈനിലാണ്. അപ്പോൾ ഈ വയലിൻ്റെ രണ്ടാമത്തെ ലൂപ്പ് തുടങ്ങും, j ഈക്വൽ ടു j പ്ലസ് 1. അപ്പോൾ ഈ ജെയുടെ വാല്യൂ 2 ആയി, ഈ ജെയുടെ വാല്യൂ 2 ആയി. ഇനി j ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഓക്കെ. അപ്പം i ഈക്വൽ ടു 1 എന്ന് ഇനി എടുക്കും, i ഈക്വൽ ടു 1. i ലെസ് ദാൻ 2 ആണ്, ജെയുടെ വാല്യൂ 2 ആണ്, i ലെസ് ദാൻ 2 ആണ്. പ്രിൻ്റ് ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് കോമ എൻഡ് ഈക്വൽ ടു i ഈക്വൽ ടു i പ്ലസ് 1, i ഈക്വൽ ടു 2i. എന്നിട്ട് i ഈക്വൽ ടു 2 ആണ്, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്, ജെയുടെ വാല്യൂ 2 ആണ്, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. പ്രിൻ്റ് സ്റ്റാർ ആദ്യത്തെ സ്റ്റാറിൻ്റെ കൂടുതൽ തന്നെയാണ് രണ്ടാമത്തെ സ്റ്റാറും പ്രിൻ്റ് ചെയ്യുക. ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് 2ന് വരുമ്പോൾ ഒരു സ്റ്റാർ കൂടെ പ്രിൻ്റ് ചെയ്യും. ദെൻ i ഈക്വൽ ടു 2 പ്ലസ് 1 3 ആണ്. 3 ആകുമ്പോൾ എന്താവും, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ജെയുടെ വാല്യൂ 2 ആണ്, പിന്നെ പ്രിൻ്റ് ചെയ്യൂല. 3 ലെസ് ദാൻ ഓർ ഈക്വൽ 2 അല്ല, ഈ വൈൽ ലൂപ്പിന് പുറത്ത് പോകും. നെക്സ്റ്റ് ഇനി വരാൻ പ്രിൻ്റ് \n എന്ന് പറഞ്ഞാൽ ഇനി പ്രിൻ്റ് ചെയ്യുന്ന അടുത്ത ലൈനിലെ പ്രിൻ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. \n j ഈക്വൽ ടു j പ്ലസ് 1, ജെയുടെ വാല്യൂ 3 ആയി, ഈ ജെയുടെ വാല്യൂ 3 ആയി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അപ്പം ഇനി അത് അടുത്ത ലൂപ്പാണ്. അപ്പോൾ i ഈക്വൽ ടു 1 ഇനിയും 1 ആയിട്ടെടുക്കും. i ലെസ് ദാൻ 3 ആണ്, ഓക്കെ ആണ്. പ്രിൻ്റ് ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. i ഈക്വൽ ടു i പ്ലസ് 1, i ഈക്വൽ ടു 2 ആയി. 2 ലെസ് ദാൻ 3 ആണ്. ഒരു ആദ്യത്തെ ലൈനിൻ്റെ കൂടുതൽ, ആദ്യത്തെ സ്റ്റാറിൻ്റെ കൂടുതലാണ് രണ്ടാമത്തെ സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നത്. ദെൻ i ഈക്വൽ i പ്ലസ് 1, 2 പ്ലസ് 3 ലെസ് ദാൻ 3 ആയി. ആദ്യത്തെ രണ്ടിൻ്റെ കൂടുതൽ പിന്നെ ഒരു അടുത്ത ലൈനിൽ അല്ല, ആദ്യത്തെ ലൈനിൽ തന്നെ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ 3 സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. i ഈക്വൽ ടു 4 ആയി.
4 ആകുമ്പോൾ 4<3 അല്ല, അടുത്ത ലൈനിലേക്ക് വന്നു. ജെ ഈക്വൽ ടു J+1 ആയി, 4 ആയി. ഇപ്പോൾ ജെയുടെ വാല്യൂ 4 ആണ്. 4<5 ആണ്. I ഈക്വൽ ടു 1 ആണ്. 1<4 ആണ്. ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. I 2 ആയി. 2<4 ആണ്. ഒരു സ്റ്റാർ കൂടെ പ്രിൻ്റ് ചെയ്യും. അതേ ലൈനിൽ തന്നെ I ഈക്വൽ ടു 3 ആയി. 3<4 ആണ്. അതേ ലൈനിൽ ഒരു കൂടെ പ്രിൻ്റ് ചെയ്യും. I ഈക്വൽ ടു 4 ആയി. 4<4 ആണ്. അതേ ലൈനിൽ ഒന്നും കൂടെ പ്രിൻ്റ് ചെയ്തു. I ഈക്വൽ ടു 5 ആയി. I ഈക്വൽ ടു 5 ആയി. 5<4 അല്ല. അപ്പോൾ ഇതിനെ പുറത്ത് വന്നു. അടുത്ത ന്യൂ ലൈനിലേക്ക് വന്നു. J ഈക്വൽ ടു 5 ആയി. ഇനി അപ്പോൾ J ഈക്വൽ ടു 5. J ഈക്വൽ ടു 5 ആയി. 5<5 ആണ്. 5<5 ആണ്. ദെൻ I ഈക്വൽ ടു 1. I<5 ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. I 2 ആയി. 2<5 ഒരു അതിൻ്റെ സ്റ്റാറിൻ്റെ കൊടുത്ത് ഒരു സ്റ്റാർ കൂടെ പ്രിൻ്റ് ചെയ്യും. I 3 ആയി. അവിടെ ശരിയാണ്, ഒരു സ്റ്റാർ കൂടെ പ്രിൻ്റ് ചെയ്യും. അങ്ങനെ I 5 ആയി. പ്രിൻ്റ് ഒരു സ്റ്റാർ, അപ്പോൾ 5 സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. I 6 ആയി. 6 ആകുമ്പോൾ I6 ആയി. 6<5 അല്ല, ഇതിന് പുറത്ത് വന്നു. അപ്പം 6 ആയി. ജെയുടെ വാല്യൂ 6 ആണ്. ഇവിടെ 6<5 അല്ല, ഈ വൈൽ ലൂപ്പിനകത്ത് പുറത്ത് പോയി. ഇതാണ് ഇത്. നമുക്കൊന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. എൻ്റർ ഇയർ നമ്പർ ഒരു 20 എന്ന് കൊടുക്കാം. എൻ്റർ ചെയ്തു. ഉണ്ടോ? അവസാനത്തെ ലൈനിൽ 20 സ്റ്റാർസ്, അതിന് മുമ്പിൽ 19 സ്റ്റാർസ്. ഓക്കെ.